ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സെയ്ദ് വ്ളോഗ്സ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് ടൂറ് പോവുകയായിരുന്നു. അതിൻ്റെ കുറച്ച് വീഡിയോസാണ് നമ്മളിന്ന് എടുക്കുന്നത്. ഞാനും ഉമ്മയും വാപ്പയും എൻ്റെ അനിയനും കൂടെയാണ് പോയത്. അപ്പം വാപ്പയും അനിയനെയും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. ഞാനും ഉമ്മയായിരുന്നു ഒരു സീറ്റിൽ, പിന്നെ എൻ്റെ ഉമ്മിച്ചാമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് പോകുന്നത് തട്ടാമല പള്ളിയിലേക്കായിരുന്നു. അവിടെ 2 മക്ബറയിൽ കയറി സിയാറത്ത് ചെയ്തിട്ട് അവിടെ കുറേ കാഴ്ചകളൊക്കെ കണ്ട് ഫോട്ടോയൊക്കെ എടുത്ത് പതുക്കെയായിരുന്നു ഞങ്ങൾ വന്നത് ഗൈസ്. ഞാൻ പിന്നെ അവിടെ ഫുള്ളും ചുറ്റും വീഡിയോ ഒക്കെ എടുത്ത് കുറേ മദ്രസ കുട്ടികൾ അവിടെ വരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അനിയൻ്റെ അൺലിമിറ്റഡ് കലപ്പായിരുന്നു, ഞാൻ അതെടുത്തില്ല. ഞാൻ വഞ്ചി പൈസയൊക്കെ ഇട്ടു, പക്ഷേ വഞ്ചി പൈസ കയറുന്നില്ലായിരുന്നു. അങ്ങനെ ഒരു മാമ കുത്തിയാണ് ഇട്ട് തന്നത്. പിന്നെ മദ്രസ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ കുറേ പിള്ളേർ ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പള്ളിയുടെ അടുത്തുള്ള മക്ബറയിലേക്കാണ് കയറി പോകുന്നത്. പിന്നെ ഞങ്ങൾ വാപ്പപ്പാടേയും ഖബറിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. അവിടെ ചെന്ന് ദുആ ഒക്കെ ചെയ്തിട്ട് ഞങ്ങൾ നേരെ ബസ്സിനകത്ത് കയറി. ഞങ്ങൾ ആദ്യമേ തട്ടാമല പള്ളിയിലായിരുന്നു വന്നത്. പിന്നെ അവിടെ നിന്നും ബൈ പറഞ്ഞ് ഞങ്ങളിനി അടുത്ത പള്ളിയിലോട്ട് പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ കുറേ ബംഗാളികളാണോ എന്നറിയാൻ വയ്യ, കുറേ ഇങ്ങനെ റോഡിൽ കൂടെ നടക്കുന്നു. പിന്നെ ഇവിടെ പൊളിച്ചതുകൊണ്ട് വഴിയൊന്നും അറിയാൻ വയ്യല്ലോ. പിന്നെ ഞങ്ങൾ കടുവാപ്പള്ളിയിലെത്തി. അവിടെ ഒരു മക്ബറ സിയാറത്ത് ചെയ്യണമായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഒരു പായസം കുടിച്ചായിരുന്നു. പിന്നെ ഞങ്ങൾ കഴിച്ചിട്ട് കൈ കഴുകാൻ പോയായിരുന്നു. കഴിക്കാൻ അവിടെ ദോശയും പത്തിരി ഉണ്ടായിരുന്നു, ദോശ ഉണ്ടായിരുന്നു, അപ്പം ഉണ്ടായിരുന്നു. ഞാൻ കഴിച്ചത് 2 ദോശയായിരുന്നു ഗൈസ്. 2 ദോശയും ചമ്മന്തിയും സാമ്പാറുമായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ കുറേ ഫോട്ടോ എടുക്കാൻ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പറയാൻ വിട്ടുപോയി ഗൈസ്, ഞങ്ങളെ ബസ് സീനയായിരുന്നു. ഇതായിരുന്നു ഞങ്ങളുടെ ഉമ്മിച്ചാമ്മ. പിന്നെ ഞങ്ങൾ റോഡിൽ കൂടെ കാഴ്ച കണ്ട് അങ്ങോട്ട് നടക്കുകയായിരുന്നു. ഞങ്ങൾ കുറേ കാഴ്ചകൾ കണ്ടു. ഇനിയും കുറേ പള്ളികൾ കയറാനുണ്ടായിരുന്നു. ഞങ്ങളെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത് ആറ്റങ്കര പള്ളിയിൽ എത്താനാണ്. ഇനി നമ്മൾ വന്നേക്കുന്നത് ഭീമാപ്പള്ളിയിലാണ്. ഞാൻ അങ്ങനെ മൊബൈലും പിടിച്ച് ഷോയും കാണിച്ച് നടന്നു വരികയാണ്. ഇടയ്ക്ക് കടുവാപ്പള്ളിയുടെ ക്ലിപ്പൊക്കെ കയറി വന്നു. പിന്നെ ഞങ്ങൾ ഈ തിരുവനന്തപുരത്ത് നടന്ന കാഴ്ച, എൻ്റെ ഇഷ്ടപ്പെട്ട സ്ഥലമാണ് തിരുവനന്തപുരം. എവിടെ ചെന്നാലും ഈ ഒരു സിറ്റി, അതായത് ലുലു മാളിൻ്റെ അടുത്തെത്തുമ്പോൾ എനിക്കും ഒരാകാംക്ഷയാണ്. കാരണം അവിടെ നല്ല കാഴ്ചകളാണ് ഗൈസ്. ഗൈസ്, ഞങ്ങൾ പോയിടത്ത് വളരെയധികം ബ്ലോക്കായിരുന്നു ഗൈസ്. അവിടെ വളരെയധികം ബ്ലോക്കായിരുന്നു. ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ടു. ഗൈസ്, ഞങ്ങൾ ഭീമാപ്പള്ളിയിലോട്ട് വന്ന റൂട്ടായിരുന്നു ഇപ്പോൾ കാണിച്ചിരുന്നത്. അവിടുത്തെ വീടുകൾ വളരെ ചെറുതും ഭംഗിയും നിറഞ്ഞതായിരുന്നു. അവിടെയൊക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഭീമാപ്പള്ളിയുടെ ബാക്ക് വശത്തൂടെയാണ് ഞങ്ങൾ ബസ് വന്നത്. അതുകൊണ്ടാണ് അതെല്ലാം ഞാൻ ആദ്യമായിട്ട് കാണുന്ന സ്ഥലം പോലെയായിരുന്നു എനിക്കത് തോന്നി. കാരണം ഞാൻ എപ്പോഴും ഭീമാപ്പള്ളി വരുമ്പോൾ ഞങ്ങൾ ഫ്രണ്ടിൽ കൂടെ ആയിരുന്നു. ഇപ്പോൾ ഈ വട്ടം വന്നപ്പോൾ ബാക്കിൽ കൂടെ ആയിപ്പോയി. ഗൈസ്, നമ്മളങ്ങനെ തക്കല പള്ളിയിലെത്തിയിട്ടുണ്ട്. അവിടെ ഞാൻ ഫസ്റ്റ് പള്ളി കയറാതെ അവിടെ മദ്രസ ഉണ്ടായിരുന്നു. ഇത് മദ്രസയായിരുന്നു ഗൈസ്. പിന്നെ ഞങ്ങൾ മദ്രസയിൽ കയറി പതുക്കെ കാലും കൈയൊക്കെ കഴുകി, എന്നിട്ട് മദ്രസ കുട്ടികളെ കാണാനൊക്കെ അങ്ങോട്ടൊന്ന് പോയായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്നിട്ട് നമ്മൾ പള്ളിയിലൊക്കെ കയറി ഖുറാനൊക്കെ ഓതി വീണ്ടും ഇറങ്ങി. ഞാൻ പള്ളി കയറി വീഡിയോ എടുക്കാത്ത കാരണം പള്ളി കയറി വീഡിയോ എടുത്തുകൂടാ, അതാണ് അതിൻ്റെ ഒരു ഇത്. ഇത് അപ്പം ഞങ്ങൾ അങ്ങോട്ട് അടുത്ത പള്ളിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത പള്ളി ഞങ്ങൾ വിഴിഞ്ഞത്തോട്ടാണ് പോകുന്നത്. അതായത് കടലിൻ്റെ അടുത്തുള്ള പള്ളിയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ കടലാണ്. ഞങ്ങളങ്ങനെ ഏകദേശം എത്താറായിട്ടുണ്ട്.
ഗൈസ് അങ്ങനെ വിഴിഞ്ഞം പള്ളി എത്തിയിട്ടുണ്ട് ഗൈസ്. ഇതാണ് അതിൻ്റെ അടുത്തുള്ള കടൽ. ഇനി ഞങ്ങൾ പള്ളിയിലോട്ടാണ് പോകുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് സ്പീഡ് ബോട്ടിൽ 2-3 പേർ പോകുന്നത് കണ്ടത്. ആ സ്പീഡ് ബോട്ടിൽ കയറാൻ താല്പര്യമുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്നിട്ട് ഞങ്ങൾ യാത്ര തുടരുകയായിരുന്നു. ക്ലിപ്പുകളെല്ലാം ഷഫിളായിപ്പോയി, അതുകൊണ്ട് വേറെ വേറെ ക്ലിപ്പായിട്ടായിരിക്കും വരുന്നത്. ഞങ്ങൾ അങ്ങോട്ട് പോവുകയായിരുന്നു. ഗൈസ് എത്ര നോക്കിയിട്ട് സ്ഥലം എത്തുന്നില്ല. ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ ഏകദേശം ആറ്റങ്ങര പള്ളി എത്താറായിട്ടുണ്ട്. അപ്പം കുറേ താമസമുണ്ടെന്ന് തോന്നുന്നില്ല. ഇത് ഞങ്ങൾ ആദ്യമായിട്ട് വന്നപ്പോൾ താമസിച്ചതാണ് ആ ലോഡ്ജ്. ഇന്ന് ഞങ്ങളെവിടെ റൂം എടുക്കുന്നത് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഗൈസ് നമ്മൾ ലോഡ്ജ് എത്തി. ലോഡ്ജിൻ്റെ ബാൽക്കണിയാണ് ഗൈസ് ഇത്. ഞങ്ങൾക്ക് 2nd ഫ്ലോറിലായിരുന്നു റൂം. ഗൈസ് ഞങ്ങളുടെ റൂം വളരെ അടിപൊളിയായിരുന്നു. കാരണം ഞങ്ങളുടെ റൂമിൻ്റെ അടുത്താണ് ബാൽക്കണി. അപ്പം ഫസ്റ്റ് വയ്ക്കും ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയായിരുന്നു ഗൈസ്. പക്ഷെ ആദ്യമേ കയറി ഭയങ്കര തെല്ലായിരുന്നു ഗൈസ്. അവസാനം ഞങ്ങൾ എങ്ങനെയൊക്കെ സീറ്റ് പിടിച്ചാണ് ഇരുന്നത്. ഗൈസ് ഞാനും ഉമ്മയും വാപ്പി ഒരുമിച്ചായിരുന്നു നടന്ന് പോകുന്നത്. പിന്നെ അനിയനും ഉണ്ടായിരുന്നു, ഉമ്മച്ചമ്മായി ഉണ്ടായിരുന്നു. ഞങ്ങൾ അവസാനം കാലൊക്കെ കഴുകി പള്ളിയുടെ അകത്തോട്ട് കയറാൻ പോവുകയാണ്.
പിന്നെ ഞങ്ങൾ വീണ്ടും കഴിക്കാനിരുന്നു. പക്ഷേ എനിക്ക് അവിടുത്തെ ഫുഡ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം ഗൈസ് അവിടെ എനിക്ക് ഈ പുറത്തൊരു സ്ഥലത്തെ ഫുഡ് എനിക്ക് അധികം ഇഷ്ടമല്ല ഗൈസ്. എനിക്ക് ഒരുമാതിരിയാണ്. സോ ഞാൻ അത് കഴിച്ചില്ല. ഗൈസ് എന്തൊക്കെയോ കുശലം പറഞ്ഞുകൊണ്ട് അവർ വരുന്നുണ്ട് ഗൈസ്. അങ്ങനെ ഞങ്ങൾ രാത്രി പള്ളിയിലേക്കൊന്ന് കയറുകയാണ്. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഞങ്ങൾ കയറുകയാണ് പള്ളിയിലോട്ട്. അവിടെ രാത്രി നല്ല ആൾക്കാരായിരുന്നു ഗൈസ്. ഞാൻ കണ്ടപ്പോൾ തന്നെ ഞെട്ടിപ്പോയി ഗൈസ്. കുറേ ആൾക്കാർ മണ്ണിനകത്തൊക്കെ കിടന്നുറങ്ങുന്നു, പാവത്തിങ്ങൾ. ഇതാണ് ഞങ്ങളുടെ റൂമിൻ്റെ താക്കോൽ. ഞാനായിരുന്നു നല്ല റൂം തുറക്കണ്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ കയറി. ഇതാണ് ഞങ്ങളുടെ ലോഡ്ജ് ഗൈസ്. ലോഡ്ജ് രണ്ടാമത്തെ ഫ്ലോറിലാണ്. രണ്ടാമത്തെ ഫ്ലോർ ഫസ്റ്റ് റൂമായിരുന്നു ഞങ്ങളെ 10th റൂം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് വ്ളോഗ് 2 നാളത്തെ വീഡിയോയിൽ കാണാം. ടാറ്റാ.